നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം സ്വന്തമായി ഓടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മാത്രം നമ്മുടെ വാഹനം ഓടിച്ചിട്ടുള്ളൂ, വേറൊരാൾക്ക് കൊടുക്കാതെ ഓടിക്കുകയാണെങ്കിൽ, അതായത് കൈമാറി വാഹനം ഓടിക്കാതിരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ വാഹനത്തിന് കിട്ടുന്ന ഗുണങ്ങൾ? ഇതിനെക്കുറിച്ചൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും അതങ്ങനെ ചോദ്യം ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അത് ചോദിച്ചിരിക്കുന്നത് പ്രിൻസ് വർഗീസാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്: വേറെ ആരുടെയും വെഹിക്കിൾ ഡ്രൈവിന് എടുക്കാതിരിക്കുക, ആർക്കും വണ്ടി കൊടുക്കാതിരിക്കുക. വൺ കാർ വൺ ഡ്രൈവർ പോളിസി ഈസ് ഗുഡ്, സേഫ് ആൻഡ് ബെറ്റർ ഫോർ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്സ്. നല്ലൊരു കാര്യമാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വാഹനം, സുഹൃത്തിൻ്റെ വാഹനം എടുക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ പിൻ ചെയ്തിട്ടോളാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും എനിക്ക് ഈ ഒരു കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ചെയ്യുന്നൊരു പോളിസിയാണ് ഇപ്പം ഇദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. കാരണം ഞാൻ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ സെലിയറി ആണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന ബൈക്കാണെങ്കിലും ഞാൻ മാത്രമേ ഈ വാഹനം ഓടിച്ചിട്ടുള്ളൂ. വേറെ ആർക്കും കൈമാറി കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. ജസ്റ്റ് ഒന്ന് മാറ്റി പാർക്ക് ചെയ്യാനാണെങ്കിൽ പോലും ഇഷ്ടമില്ലാത്തൊരു കാര്യം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വാഹനം ഓടിക്കുന്ന രീതിക്ക് വേറെ ആരും ആ വാഹനം ഓടിക്കില്ല. അത് 100% ശരിയാണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു അതെങ്ങനെ ഉപയോഗിക്കേണ്ട രീതി, അല്ലെങ്കിൽ എങ്ങനെ മെരുക്കി എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്കേ അറിയത്തുള്ളൂ. നമ്മളായിരിക്കും അത് ഓടിക്കുന്നത്. പക്ഷേ അടുത്തൊരാൾ ഈ വാഹനത്തിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഈ വാഹനത്തിൻ്റെ ക്ലച്ച് ഒരിക്കലും അവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ബ്രേക്കിങ് ഒരിക്കലും അവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഏതൊരു കാര്യവും അവർക്ക് സ്യൂട്ടബിളായി വരത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അവരത് പഠിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ വാഹനം ഓടിക്കുന്നതെല്ലാം ഒരുപോലെ തന്നെയാണ്, വ്യത്യാസം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റായി വരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ചെറിയൊരു താമസം, അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട്, അതാണ് ഞാനിവിടെ എടുത്ത് പറയുന്നത്. കാരണം നമ്മുടെ സ്വന്തം വാഹനമാണെങ്കിൽ, റെൻറ്റിന് കൊടുക്കുന്ന വാഹനങ്ങളെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കഴിവതും നമ്മൾ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടുതൽ കിട്ടും. ടയർ ലൈഫ് കൂടുതൽ കിട്ടും, ക്ലച്ചിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും, വാഹനത്തിന് വേറെ മെയിൻ്റെനൻസോ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് വേറൊന്നും കൊണ്ടല്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വാഹനം, കാരണം ഞാൻ ഈ ഒരു ഷോറൂം ഫീൽഡിൽ തന്നെ നിന്നിട്ടുള്ളതുകൊണ്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, സുഹൃത്തിന് വാഹനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അവിടെയൊക്കെ കൊണ്ടിടിച്ച് എൻ്റെ വാഹനം ഈ പരുവാക്കി തന്നു, അല്ലെങ്കിൽ അവന് കൊടുത്തു വിട്ടതാ, വാഹനത്തിൻ്റെ കണ്ടീഷൻ കണ്ടോ, ഇങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വാഹനം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ചിരിച്ച മുഖത്തോടു കൂടിയാണ് പറയുന്നതെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കിടക്കുന്നുണ്ട്. ആർക്കും കൊടുക്കേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവേ ആർക്കും ഇപ്പോൾ ഒരു അത്യാവശ്യം ഭയങ്കര ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതല്ലാത്തൊരു സിറ്റുവേഷന് ഞാൻ ഒരു കാരണവശാലും കൊടുക്കാറില്ല. അതെൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. കാരണം അവർ ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് കാല് വെച്ച് വേണമെങ്കിൽ ഓടിക്കാം, കണ്ടിന്യൂസ് ആയിട്ടുള്ള സഡൻ ബ്രേക്കിങ്സ് കൂട്ടാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ കാര്യത്തിനും തേയ്മാനം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ വാഹനത്തിന് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കൂടും. ഇനി കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാലും നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ അവർക്ക് കൊടുത്തും പോയി. ഇനിയിപ്പം നമ്മുടെ മനസ്സിൽ പറയാമെന്നല്ല, നേരിട്ട് അവരോട് പറയാനൊരു സാഹചര്യം കിട്ടിയെന്ന് വരത്തില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കഴിവതും സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി വാഹനം ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ട് വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സെനീറിയോ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ എടുക്കുന്ന സാധാരണ ആൾക്കാർ തന്നെയാണ്. സാധാരണക്കാർക്ക് ഇപ്പോൾ അത്ര അഫോർഡബിളായിട്ട് വാഹനം എടുക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ലോൺ എടുത്ത തലയിൽ വയ്ക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഉൾപ്പെടെ വാഹനം എടുത്തത് ലോണിൽ തന്നെയാണ്. പക്ഷേ അത് പതുക്കെ നമ്മൾ അടച്ച് തീർത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇത് മാത്രമേ എനിക്ക് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ളൂ.